ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ മോനുമെന്റൽ ദേശീയ പതാക ഉയർന്നു. ഇന്ത്യയിലെ പ്രധാന സ്റ്റേഷനുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് റെയിൽവേ മന്ത്രാലയം മഹാപതാക സ്ഥാപിച്ചത്. ഇനി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ആദ്യം കണ്ണിലുടക്കുന്നത് ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ദേശീയ പതാകയായിരിക്കും. 100 അടി ഉയരമുള്ള 2 ടണ്ണോളം ഭാരമുള്ള ഗാൽവനൈസ്ഡ് ഇരുമ്പ് പൈപ്പാണ് കൊടിമരത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പതാകയ്ക്ക് 30 അടി നീളവും 20 അടി വീതിയുമുണ്ട്. കാറ്റിലും മഴയിലും പെട്ടെന്ന് കേടുപറ്റാത്ത പോളിസ്റ്റർ തുണിയാണ് പതാകയായി ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രിയിലും പതാക ദൃശ്യമാകാൻ ചുറ്റും ഹൈ പവർ LED ഫോക്കസ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പതാക ഉയർത്താനും താഴ്ത്താനും മോട്ടോർ സംവിധാനവുമുണ്ട്. RPF ഉദ്യോഗസ്ഥർക്കാണ് പതാകയുടെ സംരക്ഷണ ചുമതല. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ 13 റെയിൽവേ സ്റ്റേഷനുകളിൽ റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി മഹാപതാക സ്ഥാപിക്കും. ഏകദേശം 9 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഒരെണ്ണത്തിൻ്റെ നിർമ്മാണ ചെലവ്. സാധാരണ ദേശീയ പതാക സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉയർത്തുമ്പോൾ ഈ കൂറ്റൻ പതാക രാത്രിയിലും ഉയർത്തിയിടാൻ അനുവാദമുണ്ട്. യാത്രക്കാരുടെ മനസ്സിൽ രാജ്യത്തോടുള്ള സ്നേഹവും ഐക്യബോധവും അഭിമാനവും വളർത്തുന്നതോടൊപ്പം റെയിൽവേയുടെ പ്രൗഢി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന റെയിൽവേ സ്റ്റേഷനായതിനാൽ ഭാവിയിൽ ഇതിനെ വലിയൊരു ഹബ്ബായി മാറ്റാൻ റെയിൽവേ മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. ഇതിൻ്റെ ഭാഗമായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 8 മുതൽ 12 കോടി രൂപ വരെ ചിലവഴിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുവരുന്നത്.